Module number 1.13.01. Topic name: Assumptions and Principles of Adult Learning. ഹലോ ടീച്ചേഴ്സ്, അഡൽട്ട് ലേണിങ്ങിനെ കുറിച്ചുള്ള ഈ മോഡ്യൂളിലേക്ക് സ്വാഗതം. ഈ മോഡ്യൂൾ അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. 1. അഡൽട്ട് ലേണിംഗ് എന്താണെന്ന് നിർവചിക്കുക. 2. അഡൽട്ട് ലേണിംഗ് അതിൻ്റെ മുൻധാരണകൾ വ്യക്തമാക്കുക. 3. അഡൽട്ട് ലേണിങ്ങിൻ്റെ സിദ്ധാന്തങ്ങൾ വിശദീകരിക്കുക. 4. അഡൽട്ട് ലേണിങ്ങിൻ്റെ അതിനെ ബാധിക്കുന്ന ഘടകങ്ങൾ വ്യക്തമാക്കുക. 5. ഒരു പോസിറ്റീവ് ലേണിംഗ് അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകൾ വിവരണം ചെയ്യുക. എല്ലാവരും ആദ്യമായി അഡൽട്ട് ലേണിങ്ങിൻ്റെ നിർവചനം അല്ലെങ്കിൽ ആശയം മനസ്സിലാക്കുക. വയസ്സ് കൂടുമ്പോൾ പഠനം അധ്യാപകനെ ആശ്രയിക്കാതെ ഉപരിപഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മാത്രമാണ് നന്നായി പഠിക്കുവാൻ സാധിക്കുന്നത്. മുതിർന്നവരെ പഠനത്തിന് സഹായിക്കുന്ന ഈ പ്രക്രിയയെ ആൻഡ്രാഗോജി എന്ന് പറയുന്നു. ആൻഡ്രാഗോഗി മുതിർന്നവരുടെ വിദ്യാഭ്യാസത്തിൽ ഉപയോഗിക്കുന്ന രീതിയും സിദ്ധാന്തങ്ങളും നിർവചിക്കുന്നു. ഈ പദം ആൻഡ്രാഗോഗി ഗ്രീക്ക് വാക്കായ ആൻഡ്രാഗോഗോസ് അതിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഇതിൻ്റെ അർത്ഥം നയിക്കുന്ന മനുഷ്യൻ എന്നാണ്. ആൻഡ്രാഗോഗി എന്ന പദം ആദ്യം ജർമ്മൻ വിദ്യാഭ്യാസ വിദഗ്ധൻ അലക്സാണ്ടർ കാപ്പ് എന്ന വ്യക്തിയാണ് നിർദ്ദേശിച്ചത്. പക്ഷേ പിന്നീട് അമേരിക്കൻ വിദ്യാഭ്യാസ വിദഗ്ധൻ മാൽക്കം ഷെപ്പേർഡ് നോൾസ് അത് വ്യാപകമായി ഉപയോഗിച്ചു. നോവൽസ് താഴെ പറയുന്ന 5 അഡൽട്ട് ലേണിംഗ് മുൻകൂർ ധാരണകൾ നൽകി. സെൽഫ് കൺസെപ്റ്റ്: ഒരു വ്യക്തി വളരും തോറും അവൻ അല്ലെങ്കിൽ അവൾ ആശ്രയിച്ച വ്യക്തിത്വത്തിൽ നിന്ന് സ്വയം നയിക്കുന്ന മനുഷ്യനായിട്ട് മാറുന്നു. അഡൽട്ട് ലേണർ എക്സ്പീരിയൻസ്: ഒരു വ്യക്തി വളർന്ന് മധ്യവയസ്സിൽ എത്തുമ്പോൾ അവൻ അല്ലെങ്കിൽ അവൾ അനുഭവ സമൃദ്ധനാകുന്നു. പിന്നെ വൈവിധ്യമാർന്ന അനുഭവങ്ങളിൽ നിന്ന് പഠനം ആരംഭിക്കുന്നു. റെഡിനെസ് ടു ലേൺ: ഒരു വ്യക്തി വളരും തോറും അവൻ്റെ അല്ലെങ്കിൽ അവളുടെ സാമൂഹിക പദവികളുടെ വികസന പ്രവർത്തനങ്ങളോട് കൂടുതൽ അനുബന്ധമായും പഠനത്തിനുള്ള തയ്യാറെടുപ്പ് ഇനിയും വർദ്ധിക്കുന്നു. ഓറിയൻറ്റേഷൻ ടു ലേണിംഗ്: മധ്യവയസ്സിൽ ഒരാളുടെ ദൃഷ്ടികോണം അറിവിൻ്റെ ഉപയോഗത്തിൽ നിന്നുള്ള നീട്ടിയിടലിൽ നിന്നും തൽക്ഷണ ഉപയോഗത്തിൽ മാറുന്നു. അതിനാൽ പഠനത്തിനുള്ള ദൃഷ്ടികോണം കേന്ദ്രതത്വത്തിൽ കേന്ദ്രീകരിക്കുന്നു. മോട്ടിവേഷൻ ടു ലേൺ: ഒരു വ്യക്തി വളരും തോറും പഠിക്കാനുള്ള പ്രേരണ അന്തർമുഖമാണ്. സുഹൃത്തുക്കളെ, ഇപ്പോൾ നോവൽസ് നൽകിയ 4 അഡൽട്ട് ലേണിംഗ് സിദ്ധാന്തങ്ങളെക്കുറിച്ച് പഠിക്കാം. ഒന്നാമത്തേത് 1. മുതിർന്നവരെ അവരുടെ പാഠ്യപദ്ധതി രൂപകൽപ്പനയിലും മൂല്യനിർണ്ണയത്തിലും പങ്കാളികളാക്കണം. 2. അനുഭവം പിശകുകൾ ഉൾപ്പെടെ പഠന പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനമാകുന്നു. വയസ്സ് കൂടുമ്പോൾ ജോലി അല്ലെങ്കിൽ വ്യക്തിഗത ജീവിതത്തിന് തൽക്ഷണ പ്രാധാന്യമുള്ള വിഷയങ്ങൾ പഠിക്കുന്നതിൽ മുതിർന്നവർ ഏറ്റവും കൂടുതൽ താൽപ്പര്യപ്പെടുന്നു. അഡൽട്ട് ലേണിംഗ് ഉള്ളടക്കം ആധാരിതമായതല്ല, പ്രശ്നം കേന്ദ്രിതമായതാണ്. സുഹൃത്തുക്കളെ, ഇപ്പോൾ അഡൽട്ട് ലേണിങ്ങിനെ ബാധിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. പഠനാർത്ഥികൾ മാനസിക, ശാരീരിക, സാമൂഹിക, മനഃശാസ്ത്ര വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നു. പഠനാർത്ഥികൾ 2 തരം ഉത്തേജനങ്ങളിൽ നിന്നും ഉത്തേജിതരാകുന്നു. ആന്തരികവും പരിസ്ഥിതിയും. ആന്തരിക സ്വാധീനങ്ങൾ പ്രേരണ, ധാരണ, പഠനം, മനോഭാവങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നു. പരിസ്ഥിതിയുടെ സ്വാധീനത്തിൽ സാംസ്കാരിക, സാമൂഹിക, സാമ്പത്തിക പ്രശ്നങ്ങൾ ഉൾപ്പെടുന്നു. മറുത്തു വളർച്ച എന്നറിയപ്പെടുന്ന നിൽക്കൽ ഘട്ടവും ഉണ്ട്. ഇതിൽ പഠനാർത്ഥികൾ ആവർത്തിച്ച
അഭ്യാസത്തിൻ്റെയും പരിഷ്കാരത്തിൻ്റെയും സാന്നിധ്യത്തിൽ കൂടുതൽ പുരോഗതി അല്ലെങ്കിൽ മെച്ചപ്പെടുത്തലുകൾ കാണിക്കുവാൻ പരാജയപ്പെടുന്നു. സുഹൃത്തുക്കളെ, ഇപ്പോൾ പഠനത്തോടുള്ള സാനുകൂല ലേണിംഗ് അന്തരീക്ഷം സൃഷ്ടിക്കാനും നിലനിർത്തുവാനും വേണ്ട സാങ്കേതിക വിദ്യകളെക്കുറിച്ച് പഠിക്കാം. ശിക്ഷകർ അവരുടെ ഇന്ദ്രിയങ്ങളെ ഉത്തേജിപ്പിച്ച് പഠനാർത്ഥികളെ പ്രേരിപ്പിക്കണം. ഇന്ദ്രിയങ്ങളുടെ ഉത്തേജനം മികച്ചത് ആക്കാൻ ശിക്ഷകർ ശബ്ദ ദൃശ്യ ഉപകരണങ്ങൾ, മാതൃകകൾ, ചാർട്ടുകൾ, പാഠങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോകൾ എന്നിവ ഉപയോഗിക്കണം. ശിക്ഷകർ പ്രായോഗികമായും ദൃശ്യമായും ഉദാഹരണങ്ങൾ കാണിച്ച് പഠിപ്പിക്കണം. ഉദാഹരണത്തിന്, ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ വസ്ത്രരൂപകൽപ്പനയിൽ ശിക്ഷകർ സ്റ്റൈലുകൾ, പാറ്റേൺ, അന്തിമ ഉൽപ്പന്നത്തിൻ്റെ രൂപം, പ്രദർശനം മുന്നോടിയായി കാണിക്കുമ്പോൾ പഠനാർത്ഥികളുടെ ഉത്സാഹം വളരെ ഉയരും. ഒരു നിർദ്ദിഷ്ട വിഷയത്തെ പകർന്നെടുക്കുന്നതിനായി ശിക്ഷകൻ്റെ ഉദ്ദേശം വ്യക്തമായി നിർവചിക്കണം. ടു, ഗ്രൂപ്പ് ചർച്ചകൾ, ഗ്രൂപ്പ് ആശയവിനിമയങ്ങൾ, ടീം വ്യക്തിഗത പ്രോജക്റ്റുകൾ പോലുള്ള പഠനാർത്ഥി കേന്ദ്രീകരിച്ച സമീപനങ്ങൾ പഠനാന്തരീക്ഷം കൂടുതൽ താൽപ്പര്യപ്പെടുത്തുന്നതും ഫലപ്രദവുമായതിനാൽ പ്രായോഗികമാക്കാവുന്നതാണ്. കൗൺസിലിംഗ്, ശരിയായ മാർഗനിർദ്ദേശം എന്നിവ പഠനാർത്ഥികളെ ആത്മവിശ്വാസത്തോടുകൂടി മുൻപോട്ട് പോകുവാൻ പ്രേരിപ്പിക്കും. പഠനാർത്ഥികൾ സാങ്കേതിക പദവികളിൽ ഭാഷാ പ്രശ്നങ്ങൾ നേരിടുന്നുവെങ്കിൽ ശിക്ഷകർ പ്രാദേശിക ഭാഷ ഉപയോഗിക്കാം. ഇത് അഡൽട്ട് ലേണിംഗിൻ്റെ സിദ്ധാന്തങ്ങളുടെ അവസാനമാണ്. സുഹൃത്തുക്കളെ, ഇവിടെ ഞങ്ങൾ അഡൽട്ട് ലേണിംഗിൻ്റെ നിർവചനം, സിദ്ധാന്തങ്ങൾ, മുൻകൂർ ധാരണകൾ, അവസാനമായി പോസിറ്റീവ് ലേണിംഗ് അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകൾ എന്നിവയെക്കുറിച്ച് പഠിച്ചു.